dear students, welcome back to National Academy. We will discuss NIOS plus 2 chemistry 14th chapter. That is the chemical kinetics. Chemical kinetics we will first a chemical reaction rate എന്താണ് rate of reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു chemical reaction rate നെ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് rate of reaction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the rate it can be expressed as the rate of change in concentration of reactant or product. ഒരു chemical reaction ആയിട്ടുള്ള reactantന്റെയോ അല്ലെങ്കിൽ productന്റെയോ concentration നമ്മൾ express ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് rate of reaction എന്ന് പറയുന്നത്. Mathematically rate of reaction is equal to change in concentration of reactant or product divided by time taken. എന്താണ് change in concentration of reactant or product divided by time taken ആണ് mathematically ഒരു chemical reaction rate എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് വരുന്നത് mol per liter per second ആണ് നമ്മുടെ rate of reaction യൂണിറ്റ് വരുന്നത്. ഈ റേറ്റ് ഓഫ് റിയാക്ഷൻ നമ്മൾ രണ്ട് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ആവറേജ് റേറ്റും ഉണ്ട്, ഇൻസ്റ്റന്റേനിയസ് റേറ്റും ഉണ്ട്. ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് എമൗണ്ട്, അതായത് ആവറേജ് എമൗണ്ട് ഓഫ് റിയാക്ടന്റ് പ്രൊഡ്യൂസ് ചെയ്ത് ആവറേജ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ആ റേറ്റിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലുള്ള റിയാക്ഷനെ നമ്മൾ റിയാക്ഷൻ്റെ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു റിയാക്ഷൻ 2N2O5 2NO and O2 ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് N2O5 ആണ്, അവിടുത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NO2 അതുപോലെ O2 ആണ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ ആവറേജ് റേറ്റ് എന്തായിരിക്കും? ആവറേജ് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആവറേജ് എമൗണ്ട് ഓഫ് റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആവറേജ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ റേറ്റിനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്തായിരിക്കും? 1/2 ഇൻറ്റു ഡെൽറ്റ N2O5 ബൈ ഡെൽറ്റ ടി ആയിരിക്കും, അല്ലെങ്കിൽ 1/2 ഇൻറ്റു ഡെൽറ്റ NO2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആയിരിക്കും, അല്ലെങ്കിൽ ഡെൽറ്റ O2 ബൈ ഡെൽറ്റ ടി ആയിരിക്കും ഇതിൻ്റെ ആവറേജ് റേറ്റ്. എന്നാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്തായിരിക്കും? ഒരു d/dt ടൈമിൽ, ഒരു d/dt റേറ്റിൽ അതിനുണ്ടാവുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ മാത്രം എത്ര റിയാക്ഷൻ നടന്നു അതിൻ്റെ റേറ്റിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ കേസിൽ ഇതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് വരുന്നത് 1/2 ഇൻറ്റു d/dt ഓഫ് N2O5 അല്ലെങ്കിൽ 1/2 ഇൻറ്റു d/dt ഓഫ് NO2 അല്ലെങ്കിൽ d/dt ഓഫ് O2. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ റേറ്റ്, ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഈ റേറ്റ് ഓഫ് റിയാക്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, മെയിൻലി 3 ഫാക്ടേഴ്സ് ആണ് നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷനെ എഫക്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, സെക്കൻഡ് വൺ ടെമ്പറേച്ചർ ആൻഡ് തേർഡ് വൺ ഈസ് ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്, അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. കാരണം കൂടുതൽ റിയാക്ടന്റ് ആ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറും അതുതന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ടെമ്പറേച്ചർ റൈസ് ചെയ്യുകയാണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. കാരണം റിയാക്ഷൻ ഫാസ്റ്ററായിട്ട് നടക്കും. നെക്സ്റ്റ് വൺ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ടെമ്പറേച്ചർ പോലെ തന്നെ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസും ആ റേറ്റ് ഓഫ് റിയാക്ഷന് കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം കാറ്റലിസ്റ്റ് ഉണ്ടാകുമ്പോൾ റിയാക്ഷൻ ഈസി ആയിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് റിയാക്ഷൻ അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷനെ എഫക്ട് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ റേറ്റ് ഓഫ് റിയാക്ഷനെയും അതുപോലെ തന്നെ റിയാക്ടന്റിൻ്റെ കോൺസെൻട്രേഷനെയും എഫക്ട് ചെയ്യുന്ന, തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കലി കണക്ട് ചെയ്യുന്ന ഒരു ലോ ആണ് റേറ്റ് ലോ എന്ന് പറയുന്നത്. ആസ് പെർ റേറ്റ് ലോ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ഒരു എക്സ് എമൗണ്ട് ഓഫ് എയും വൈ എമൗണ്ട് ഓഫ് ബിയും കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ്റെ ആസ് പെർ റേറ്റ് ലോ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ ആയിരിക്കും എന്നാണ് റേറ്റ് ലോ പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റേറ്റ് ലോ അനുസരിച്ച് ഈ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റൈസ് ടു എക്സ്, കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റൈസ് ടു വൈ ആയിരിക്കും എന്നാണ് നമ്മുടെ റേറ്റ് ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിയാക്ടൻറ്റിൻ്റെ കോൺസെൻട്രേഷനെയും അതിൻ്റെ റേറ്റിനെയും മാത്തമാറ്റിക്കലി റിലേറ്റ് ചെയ്യുന്ന ലോ ആണ് എന്ത്? റേറ്റ് ലോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി ഓഫ് എ റിയാക്ഷൻ. ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
അതായത് അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവർ, ഒരു റിയാക്ഷൻ നമുക്ക് തന്നില്ല, ഒരു റിയാക്ഷൻ റേറ്റിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവർ എത്രയാണോ അതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കൊരു റേറ്റ് തന്നിട്ട്, റേറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു എക്സ് ഇൻറ്റു ബി റേസ് ടു വൈ ആണെങ്കിൽ ഇവിടെ എക്സ് ആൻഡ് വൈ ആണ് ഈ ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിയാക്റ്റൻറ്റിൻ്റെ എത്ര നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് അയോൺസ് ആണ് ആ റിയാക്ഷനിൽ ഇൻവോൾവഡ് ആയിട്ടുള്ളത്, ആ നമ്പറിനെയാണ് നമ്മൾ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ മോളിക്കുലാരിറ്റി നമ്മൾ ഡിഫറൻസ് മനസ്സിലായില്ല. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവറാണ്. എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്റ്റൻറ്റിലുള്ള എത്ര മോളിക്യൂൾസ് അല്ലെങ്കിൽ എത്ര ആറ്റംസ് അല്ലെങ്കിൽ എത്ര അയോൺസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് ആ റിയാക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻവോൾവഡ് ആണോ അതിനെയാണ് നമ്മൾ അതിൻ്റെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് വരുന്നത് മോൾ, ഒരു nth ഓർഡർ റിയാക്ഷൻ്റെ മോളിക്കുലാരിറ്റി nth ഓർഡർ റേഞ്ചിലുള്ള ഒരു റിയാക്ഷനിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് മോൾ ലിറ്റർ റേസ് ടു -1 ഓൾ റേസ് ടു 1 - 1 എസ് റേസ് ടു സെക്കൻഡ് റേസ് ടു -1 ആണ് നമ്മുടെ കെയുടെ യൂണിറ്റ് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ പവറിനെയാണ് ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് 0th ഓർഡർ റിയാക്ഷൻ പഠിക്കാനുണ്ട്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ പഠിക്കാനുണ്ട്. 0th ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഓർഡർ 0 ആയിരിക്കും. അതായത് അതിൻ്റെ റേറ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ 0th പവറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. 0th പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് റേറ്റ് അതിൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത റിയാക്ഷനാണ് 0 ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. 0 ഓർഡർ റിയാക്ഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ദ ഡീകമ്പോസിഷൻ ഓഫ് HI ഓൺ ദ സർഫസ് ഓഫ് എ ഗോൾഡ് കാറ്റലിസ്റ്റ് വെൻ ദ പ്രഷർ ഓഫ് HI ഈസ് ഹൈ. അതായത് പ്രഷർ ഓഫ് HI കൂടുതലാവുന്ന സമയത്ത് നമ്മുടെ ഗോൾഡ് സർഫസിൽ HI ഡീകമ്പോസ് ആവുന്ന ആ ഒരു റിയാക്ഷൻ 0th ഓർഡറിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഈ 0th ഓർഡർ റിയാക്ഷനിൻ്റെ കെയുടെ യൂണിറ്റ് എന്തായിരിക്കും? nth ഓർഡറിൻ്റെ നമ്മൾ പറഞ്ഞു അല്ലേ, nth ഓർഡറിൻ്റെ എന്തായിരുന്നു? മോൾ ലിറ്റർ റേസ് ടു -1 ഓൾ റേസ് ടു 1 - 1 ഇൻറ്റു എസ് റേസ് ടു -1 ആണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കെയുടെ യൂണിറ്റ് എന്തായിരിക്കും? മോൾ ലിറ്റർ റേസ് ടു -1 എസ് റേസ് ടു -1 ആയിരിക്കും. നെക്സ്റ്റ് ഹാഫ് ലൈഫ് പീരീഡ് അല്ലെങ്കിൽ T½ ഓഫ് ദ 0th ഓർഡർ റിയാക്ഷൻ. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷനകത്തുള്ള റിയാക്റ്റൻറ്റ് പകുതി കൺസ്യൂം ആവാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് T½ അല്ലെങ്കിൽ T.05 എന്ന് വെച്ചിട്ടാണ്. ഒരു 0th ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് A⁻⁴ / 2k ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്തായിരിക്കും? ഓർഡർ 1 ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിൻ്റെ കോൺസെൻട്രേഷൻ, റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഫസ്റ്റ് പവർ അല്ലെങ്കിൽ പവർ 1ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയായിരിക്കും? d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ആയിരിക്കും, അല്ലെങ്കിൽ k ഇൻറ്റു എ ആയിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് എ ആയിരിക്കും. അതായത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റിൻ്റെ ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ ഫസ്റ്റ് പവറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്തായിരിക്കും? ആ ഒരു റിയാക്ഷനിനകത്തുള്ള റിയാക്റ്റൻറ്റ് പകുതി കൺസ്യൂം ആവാൻ അല്ലെങ്കിൽ പകുതി റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ T½ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വരുന്നത് ln 2/k ആയിരിക്കും, അല്ലെങ്കിൽ 0.693 / k ആയിരിക്കും. എന്ത്? നമ്മുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് വരുന്നത്. ഇവിടെ k എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് കേട്ടോ, റേറ്റ് കോൺസ്റ്റന്റിനെയാണ് നമ്മൾ k എന്ന് പറയുന്നത്. And the last topic from this chapter, the collision theory of reaction rate. Collision theory of reaction rate മെയിൻലി പറയുന്നത് നമ്മുടെ എന്താ പറയുക, ഗ്യാസ് ഫേസിൽ നടക്കുന്ന റിയാക്ഷൻസ് ഇല്ല, അതിൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന തിയറിയാണ് നമ്മുടെ കൊളിഷൻ തിയറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിൽ വരുന്ന മേജർ ടോപ്പിക്സുകൾ. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കൊരു റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമുക്ക് 2 ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റേറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഫോർ എ സർട്ടൺ ഫസ്റ്റ് ഓർഡർ റീകമ്പോസിഷൻ റിയാക്ഷൻ ഈസ് 0.23 per second ആണ് at 673 Kelvin. Calculate the half change period for this reaction. ഓക്കെ, അപ്പോൾ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കുക. നമുക്ക് റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്, ആ ഹാഫ് ലൈഫ് പീരീഡ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഹാഫ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷൻ അറിയാം, അത് വെച്ചിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് A2+B gives C+D. ഓക്കെ, ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സ്റ്റെപ്പുകൾ A2 2A ആയിട്ട് മാറും, അതുപോലെ തന്നെ A+B X ആയിട്ട് മാറും, A+X C+D ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പുകളിലൂടെയാണ് ഈ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 1 ആണ്. വാട്ട് ഈസ് ദ മോളിക്കുലാരിറ്റി ആൻഡ് വൺ ഓഫ് ദ 3 സ്റ്റെപ്പ് ഇൻ ദ സ്ലോവസ്റ്റ് റേറ്റ്. അതായത് ഈ ഒരു സ്റ്റെപ്പിൽ സ്ലോവസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ റേറ്റ് ഡിറ്റർമൈനിങ് സ്റ്റെപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ റിയാക്ഷൻ്റെ ഓർഡർ തന്നിട്ടുണ്ട്, അതിൻ്റെ മോളിക്കുലാരിറ്റി എത്രയാണെന്നാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. മെയിൻലി ന്യൂമറിക്കൽസ് തന്നെയാണ് ചോദിക്കുക. അതായത് നമ്മുടെ ഓർഡർ ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുക, മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുക, ഹാഫ് ലൈഫ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കൊരു റിയാക്ഷൻ തന്നിട്ട് അതിൻ്റെ റേറ്റ് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മളെ 14ാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. വളരെ ബ്രീഫായിട്ട് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, നാഷണൽ അക്കാഡമിയിൽ വന്ന് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.